അപ്പോൾ നിലാമുറ്റം മക്കാമ് സിയാറത്ത് കഴിഞ്ഞ് നമ്മളിനി കുന്നുമ്മൽ മക്കാമിലേക്കാണ് പോകുന്നത്. നിലാമുറ്റം മക്കാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുന്നുമ്മൽ മക്കാമ്. നിലാമുറ്റം മക്കാമിൽ വന്നവരാരും കുന്നുമ്മൽ വരാതെ പോകരുത്. നമ്മുടെ നിലാമുറ്റത്തെ കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ താഴോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിലാമുറ്റത്തെ കാഴ്ചകൾ. നിങ്ങളത് കാണണം എന്തായാലും. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിലാമുറ്റത്തെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ കുന്നുമ്മൽ മക്കാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ കുന്നുമ്മൽ മക്കാമിലേക്ക്. ഇരിക്കൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇരിക്കൂർ ടൗണിലൂടെയാണ് നമ്മൾ കുന്നുമ്മൽ മക്കാമിലേക്ക് കവർ ചെയ്യുന്നത്. ബാക്കി കാഴ്ചകൾ കാണാം. ഇരിക്കൂർ ടൗണിൽ നിന്ന് നിങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ, അതായത് നിലാമുറ്റം മക്കാമിൽ നിന്ന് ഇരിക്കൂർ ടൗണിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇടത്തോട്ടേക്കാണ് തിരിയേണ്ടത്. ഇവിടെ ബോർഡുണ്ട്, കല്യാട് ബ്ലാത്തൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ തന്നെ. ആ റോഡ് നേരെ പോകുന്നതാണ് കുന്നുമ്മൽ മക്കാമിലേക്കുള്ള റോഡ്. കാണാം. ഈ കയറ്റം കയറി വരുമ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച റോഡ് നേരെ വരുമ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കുന്നുമ്മൽ മക്കാം എന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ട്. അവിടെ നേരെ അങ്ങോട്ട് പോയാൽ മതി. ചെറിയ റോഡാണ്, ഇടത്തോട്ടേക്ക് മെയിൻ റോഡിൽ തന്നെ ജസ്റ്റ് കയറേണ്ട റോഡാണ്. ആ റോഡിൽ കയറുന്ന നേരെ കുന്നുമ്മൽ മക്കാമിലേക്കുള്ള റോഡാണ്. ഇത്രയും ബ്രീഫായിട്ട് കാണിച്ചിരുന്ന നിലാമുറ്റത്ത് നേരെ കുന്നുമ്മലേക്ക് വരുന്നവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് കുന്നുമ്മൽ മക്കാമിൻ്റെ കഥകൾ ഇങ്ങനെ ജസ്റ്റ് ബ്രീഫായിട്ട് കാണിച്ചിരുന്നത്. നമ്മൾ മക്കാമിലേക്ക് പോകുമ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു. ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ ചെറിയൊരു കച്ചവടം. നമുക്ക് ചെറിയ കച്ചവടം വാങ്ങിയതിനോട് മിഠായി ഉണ്ട്, അച്ചാർ. ഇതെന്താ അച്ചാറാ? എന്തച്ചാറാ? കച്ചി ഉണ്ട്. കച്ചി എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണൂരായിട്ട് കച്ചി ഒന്നും അറിയില്ലല്ലോ. അടിപൊളി. എനിക്ക് തോന്നി കച്ചി വാങ്ങിയാലോ? 10 എൻ്റെ അടുത്ത് ഇല്ലറാ. 10 എടുക്കും. മറ്റേ ഇതിനെന്താ പറയാ, 10 വാങ്ങിയിട്ടുണ്ട്. ഏതായാലും എനിക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കല്ലോ നമുക്ക് ഇത്ര സമയത്ത്. ഈ കയറ്റം ഇങ്ങനെ കയറി വരുന്നത് കുന്നുമ്മൽ മക്കാമിലേക്കാണ്. കുന്നുമ്മൽ മക്കാമ് ഇരിക്കൂറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ്, ഏറ്റവും മുകളിലാണ് കുന്നുമ്മൽ മക്കാമുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖദീം തങ്ങളാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും 300ഓളം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇസ്ലാമിക പ്രബോധനമൊക്കെയായി വന്നതാണ് മഹാനവറുകൾ. നിലാമുറ്റം മക്കാമിൻ്റെ പേരും പ്രശസ്തിയും പരക്കാൻ എല്ലാവരും അറിയാൻ പ്രധാന കാരണം മഹാനവറുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നാളെ നമ്മൾ പോകുന്നത് കോടാർമ്പ് മക്കാമിലേക്ക്. ആ മക്കാമിൻ്റെ പേരും പ്രശസ്തിയും പരക്കാൻ കാരണവും ഈ സയ്യിദവറുകൾ തന്നെയാണ്. മഹാനവറുകൾ 300 വർഷങ്ങൾക്ക് മുൻപ് വന്ന് അന്ന് ഇവിടെ കാട് പിടിച്ച പ്രദേശമായിരുന്നു ഏറ്റവും മുകളിൽ. ഇവിടെ ഇബാദത്തിൽ കഴിയുകയും ഇവിടെ നിന്ന് തന്നെ വഫാത്തായി ഇവിടെ തന്നെ നാട്ടുകാർ മറവ് ചെയ്തതുമാണ്. മഹാനവറുകൾ നിർമ്മിച്ച പള്ളിയായിരുന്നു ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നത്. ആ പള്ളിക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ മാറ്റിപ്പണിതാണ്. ഹൈന്ദവരും അങ്ങനെ എല്ലാ മുസ്ലിമുകളും മുഴുവനും മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവറുകൾ ആശ്രയിച്ചിരുന്നു. ഇപ്പോഴും അതുപോലെ ആശ്രയിക്കുന്നുണ്ട്. വലിയ മഹാനവറുകളാണ്, പണ്ഡിതനും ഒക്കെയാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുവഴി പോകുമ്പോൾ എന്തായാലും ഇവിടെ വരണം. ആരില്ലല്ലേ, ശാന്തമായ ഒരു അന്തരീക്ഷം. താഴോട്ടേക്കുള്ള റോഡാണ് തോന്നുന്നു. വഴിയുണ്ടല്ലേ താഴോട്ടുള്ള ഇഷ്ടംപോലെ വീടുള്ളതുകൊണ്ട്. പിന്നെ ഏതായാലും ഇപ്പൊ നമ്മള് 2 മാത്രമേ ഉള്ളൂ ഇവിടെ. ആരും ഇല്ല. ചേർന്നോ നമുക്ക് ഇനി എന്താ പഴയ പള്ളിയാണേ.
പഴയ പള്ളി. പഴയ പള്ളികൾ നമ്മുടെ നിലാമറ്റം മക്കാമിലേക്കുള്ള യാത്രയിൽ വീഡിയോയിൽ നിലാമറ്റത്തെ പഴയ പള്ളി കാണിച്ചിരുന്നു. ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് ഈ മക്കാമിൻ്റെ രൂപമുള്ളത്. നല്ല പൊക്കമുള്ള തറയും ഒരു വല്ലാത്തൊരു അനുഭൂതി അല്ലേ? ശാന്തമായൊരു ശാന്തമായ വരണം. ഇതുവഴി വരുന്നവരെന്തായാലും ഇവിടെ വരണം. നിലാമറ്റം വരുന്നവർ നിർബന്ധമായിട്ട് വരണം. അപ്പോൾ നമ്മൾ കുന്നുമ്മൽ മക്കാമിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഈ കുന്നുമ്മൽ മക്കാമെന്ന്. അപ്പോൾ നിലാമുറ്റത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് പേര് പോലെ തന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇരിക്കൂർ ടൗണിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴി, അതായത് ബ്ലാത്തൂര് അതുപോലെ ഉളിക്കലേക്കം പോകുന്ന ആ ഒരു റൂട്ടിന് ഇങ്ങനെ കയറി അവിടുന്ന് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ റൂട്ട് ഇടത്തോട്ട് കയറി കുന്നുമ്മൽ മക്കാമിലെത്തും. ബോർഡല്ല ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് കുന്നുമ്മൽ മക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടുള്ള റൂട്ട് കഴിഞ്ഞ നിലാമുറ്റത്തുള്ള റൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ വാഹനങ്ങളിലും മറ്റും വരികയാണെങ്കിൽ പിന്നെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നവർ കുഞ്ഞിപ്പള്ളി, പാനൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂർ വഴി ഇരിക്കൂർ എത്താൻ ശ്രമിക്കാം. പിന്നെ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർ നേരെ തളിപ്പറമ്പ് വരിക. തളിപ്പറമ്പ് ഇരിട്ടി ഹൈവേ ഡയറക്റ്റ് ഇരിക്കൂർ. അപ്പോൾ അതാണ് നിലാമുറ്റത്തിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. ജസ്റ്റ് ഒരു ചെറിയ കയറ്റം കയറി ഇങ്ങോട്ടേക്ക്. അപ്പോൾ ട്രെയിനിൽ നിങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ എല്ലാവർക്കും ഏറ്റവും നല്ല സൗകര്യം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അവിടുന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും ഇരിക്കൂറേക്ക്. അപ്പോൾ ഒന്ന് പറയുന്നത് നിലാമുറ്റം നിങ്ങൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും കുന്നുമ്മൽ വരണം. ഇവിടുത്തെ ഈ ഒരു ശാന്തമായ അന്തരീക്ഷം നിങ്ങൾ എന്തായാലും അനുഭവിക്കണം. അപ്പോൾ ഏതായാലും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ നിൽക്കണം, ഇത് ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഉപകരിക്കട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കേരളത്തിലെ പല മക്കാമുകളും പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലൊക്കെ വരും. നിങ്ങൾ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നമുക്ക് നൽകാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.